ഇന്നപ്പോൾ ഒരു ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റാണ്. ഞാൻ കുറേ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ സ്കൂൾ ക്രാഫ്റ്റ് അല്ലെങ്കിൽ സ്കൂൾ ഷോപ്പിംഗ് അങ്ങനെ ഫുള്ളും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ഒരു നെയിം സ്ലിപ്പാണ്. അപ്പോൾ അതിനായിട്ട് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്യുക. വളരെ വളരെ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ സ്കെയിലും പെൻസിലൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ആ ഒരു ബോർഡറൊക്കെ ഒന്ന് വരച്ച് സെറ്റാക്കാനായിട്ടാണ് ഞാൻ അതൊക്കെ എടുത്തിട്ടുള്ളത്. അതേപോലെ എന്നിട്ട് ഞാൻ ആ ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്, വരയൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ ഉള്ളിൽ വല്ല പിക്ചേഴ്സൊക്കെ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നുണ്ട്. എന്നാലാണ് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഇതൊക്കെ കിട്ടുള്ളൂ. ഞാനിതിൽ ഫുൾ ക്യൂട്ടാണ് പകുതിയും ഉൾപ്പെടുത്തുന്നത്. എസ്തറ്റിക് ആയിട്ടില്ല, ഫുൾ ക്യൂട്ടാണ്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് സാധനം കിട്ടിയാൽ പോരെ. അപ്പോൾ ഇങ്ങനൊരു ബോർഡറായിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട്. ശരിക്കും ആ ഒരു ഞാൻ കുറച്ച് സ്പേസ് വിട്ട് അവിടെ എനിക്ക് ഒരു വരയുണ്ട്. ആ ഒരു വര വേണ്ടായിരുന്നു. പിന്നെ ഞാനത് മായ്ച്ച് കളയാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെയൊക്കെ വരച്ചാലും മതി. അപ്പോൾ എന്നിട്ട് നമുക്ക് അതിലേക്ക് ഇങ്ങനെ ബോർഡറിലാണ് വര വരുന്നത്. പിന്നെ നമുക്ക് അതിലേക്ക് നമ്മൾ നെയിം ഇതൊക്കെ ഏതാനുള്ള വര വരച്ചു കൊടുക്കുക. എല്ലാം പെൻസിലും കൊണ്ട് ആദ്യം വരയ്ക്കാവും നല്ലത്. എന്നിട്ട് നമ്മൾ ബ്ലാക്കും കൊണ്ട് ഇങ്ങനെ ലാസ്റ്റ് കൊടുക്കുകയാണ് നല്ലത്. പിന്നെ ഞാൻ ഈ വരയ്ക്കുന്നതും കളർ കൊടുക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ് ഫുള്ള് പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എപ്പോഴേ ഓഫായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെയാണ് കണ്ടത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ പിന്നെ വളരെ സിമ്പിളാണല്ലോ. അതൊക്കെ വരയ്ക്കാൻ ഞാൻ ഒരെണ്ണത്തിൽ ഡ്രോയിങ് ചെയ്തത്, ഒരെണ്ണത്തിൽ സ്റ്റിക്കേഴ്സാണ് ഒട്ടിച്ചുള്ളത്. പിന്നെ അയാളുടെ നെയിം എന്നൊക്കെ എഴുതി കൊടുക്കുക. പിന്നെ ഒരു ബോർഡറും വരച്ചു. അത്രയേ ഉള്ളൂ, സിമ്പിളാണ് നെയിൽ സ്ലിപ്പ്. അത് നമ്മുടെ ഇങ്ങനെ ഫസ്റ്റത്തെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പെൻ ക്യാപ്പ്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തോ പറയുമല്ലോ, എൻ്റെ പേര് ഞാൻ മറന്നു. അപ്പോൾ പെൻ ക്യാപ്പ് എന്നാണ് പറയുന്നത്. അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള 2 പേസ്റ്റൽ കളറിലുള്ള പെന്നാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഇങ്ക് ബ്ലൂ തന്നെയാണ് കേട്ടോ, ജെല്ലൊന്നുമല്ല. ഇത് എഴുതുമ്പോൾ നല്ല ബൂമറിൻ്റെ മണമാണ്. അപ്പോൾ ഞാൻ അതിലത്തെ ഒരു ക്യാപ്പ് ഉണ്ടാക്കുക വിചാരിച്ചു. ഫുൾ ഇങ്ക് കേട്ടോ ഇതിൽ. നമ്മൾ പേനൻ്റെ പെൻസിലിൻ്റെ ഒക്കെ മേലെ ഒരു ഇങ്ങനെ വെക്കുമല്ലോ, അതാണ് ഉണ്ടാക്കുന്ന ഒരു പെൻ ക്യാപ്പ്. അതിനായിട്ട് ഒരു ചെറിയ പീസ് പേപ്പർ നമ്മൾ ഏതിലൊക്കെയാണ് വെക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു അളവിൽ റോൾ ചെയ്തിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പശ വെച്ചിട്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം നമ്മൾ ലാസ്റ്റ് അങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കറോ അല്ലെങ്കിൽ വരച്ചത് എന്തെങ്കിലും ഒട്ടിക്കാം. ഞാനിപ്പോൾ ഒരു കവർ സ്റ്റിക്കറിൻ്റെ ഒരു ചാർട്ടിലുണ്ടായിരുന്ന ഒരു ഇതാണ്, അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ്. കവർ സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ഒട്ടിച്ച് കളയാൻ എനിക്ക് തോന്നുന്നില്ല, കാരണം അത്രയും ക്യൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ചാർട്ടിലുള്ള ഒരു സ്റ്റിക്കേഴ്സൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ നമ്മൾ ഇതങ്ങനെ പശ തേച്ചിട്ട് നമ്മൾ ഏത് സ്റ്റിക്കറാണോ ഒട്ടിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ ഒട്ടിക്കുന്നത് അതിങ്ങനെ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങാൻ വേണ്ടി വെക്കുക, അല്ലെങ്കിൽ അത് നമുക്ക് ഫ്ലോപ്പായി. എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ എന്നിട്ട് രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ അത്. അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രൈ ആവാൻ വെച്ചിട്ട് വേണം നമ്മൾ പെന്നിലൊക്കെ ഇങ്ങനെ വെക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ 2 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. രണ്ടും സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമുക്ക് കുറച്ച് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് പെന്നിലൊക്കെ ഇടാം. പെന്നിലും പെൻസിലൊക്കെ ഇടാം കേട്ടോ, നമ്മൾ ഒരളവ് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും നമുക്ക് ഇടാം, ബാക്കിലും ഇടാം. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നല്ല ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഏത് ക്യൂട്ടിസ്റ്റ്. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തൊക്കെ കണ്ടു. ഇതിൽ ഫുള്ള് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റ് തന്നെയാണ്. ഫുൾ സിമ്പിളാണ് ഇതിൽ ഫുള്ളും. അപ്പോൾ അത് അങ്ങനെ റെഡി ആയി. നമ്മളൊരു മിനി നോട്ട് പാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സ്കൂളിലൊക്കെ ഹോംവർക്കൊക്കെ ടീച്ചർ പറയുമ്പോൾ നമ്മളെല്ലാവരും മറക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ എഴുതി വെക്കാനായിട്ട് ഒരു മിനി നോട്ട് പാഡാണ്. അതാണ് ഞാൻ ഇത്രയും ചെറിയ പേപ്പേഴ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിനൊക്കെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ഈ ഒരു കണക്കിന്. എന്നിട്ട് അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കുക. വേറെ എവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പറോ അല്ലെങ്കിൽ വല്ല കാർഡ്ബോർഡിലോ ഇങ്ങനെ പേപ്പർ കവർ ചെയ്തിട്ട് ഞാൻ വെറുതെ ഒരു ബോർഡറൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ക്യൂട്ട് ആയ പോലെ തോന്നി. എനിക്കാണോ അതോ എന്താണെന്ന് അറിയില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ പേപ്പർ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് അലങ്കാരത്തിന് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുന്നുണ്ട്. 2 സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളൂ. ഒരുപാടാക്കി ഓവറായി പിന്നെ അത് കോളാവും. അപ്പോൾ എനിക്ക് ഇത് തന്നെ ഒട്ടിച്ചപ്പോൾ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ഇനി നമുക്കിതിൽ ഹോംവർക്കൊക്കെ പറഞ്ഞത് എഴുതി വെക്കാം. ഇത് അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന്, ഈ ഒരു ക്രാഫ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിതാ ഇങ്ങനത്തെ നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചാനലിട്ടിട്ടുണ്ട്. ഷോർട്സ് ആയിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിലും ഉപകാരമായിരിക്കും. നമുക്ക് ഇങ്ങനത്തെ മിനി നോട്ട്ബുക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അതിലും ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ നോട്ട് പാഡിലും ഉപകാരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ ഒരു പെൻ ഹോൾഡർ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കാർഡ്ബോർഡ് വെച്ചിട്ടാണ്, 2 കാർഡ്ബോർഡ് വെച്ചിട്ട് അതിൽ പേപ്പറൊക്കെ കവർ ചെയ്ത്
പിന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു, അത്രയേ ഉള്ളൂ. പശയും പേപ്പർ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ ഒട്ടിക്കാം. പശ, പേപ്പർ, കാർഡ്ബോർഡ്, ഇത്രയേ ഉള്ളൂ നമുക്കിതിന്. പിന്നെ പേന നമുക്ക് ഈ ഒരു ഇതിൽ ഇങ്ങനത്തെ കുറച്ച് കട്ടിയുള്ളത് അല്ലെങ്കിൽ ബുക്കോ ഹൈലൈറ്റേഴ്സൊക്കെ വെക്കാം. മറ്റേതിൽ പേന അങ്ങനത്തെ വെക്കാം. പിന്നെ ഞാൻ അതിലൊക്കെ കളർ ചെയ്യാൻ യൂസ് ചെയ്ത ഒരു ഇതാണ് ബ്രഷ് പെൻ, ഡോംസിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സിൽ വരുന്ന ബ്രഷ് പെൻ. ഇത് വളരെ അടിപൊളിയായ കാരണമാണ് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കെന്നല്ല, ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. പിന്നെ ഇതിലും പറയാൻ കാരണം എനിക്കിത് വളരെ ഇഷ്ടമാണ്. വളരെ ക്വാളിറ്റിയുള്ള അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന ഒരു അടിപൊളി ബ്രഷ് പെൻ തന്നെയാണ്. ഇതിൻ്റെ പേസ്റ്റൽ ഷെയ്ഡ്സ് അല്ലാത്തതുകൊണ്ട് ഞാൻ പേസ്റ്റൽ ഷെയ്ഡ്സാണ് വാങ്ങിയത്. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ്. ഇതിലിങ്ങനെ പർപ്പിൾ 2 തരം, ബ്ലൂ 3 തരം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, ഗ്രീനൊക്കെ. പിന്നെ അത് ബ്ലെൻഡിങ് ബ്രഷ്, പിന്നെ അത് സിൽവർ ബ്രഷ്. എനിക്കിതിൽ പിങ്ക് ആണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ എന്നിട്ട് ഇതിൽ വെക്കാം. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ തരിക. ആ കാർഡ്ബോർഡ് കീറിയത് എൻ്റെ ഇങ്ങോട്ട് കൊണ്ടുവന്നതിന് ശേഷം എൻ്റെ കയ്യിൽ നിന്ന് കീറിപ്പോയതാണ്. അപ്പോൾ അങ്ങനെ നല്ല അടിപൊളി സാധനമാണ്. അപ്പോൾ നിങ്ങളൊന്ന് മേടിച്ച് നോക്കൂ, കാരണം അടിപൊളി സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനം തന്നെയാണ്. പിന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ കലണ്ടറാണ്. നമുക്കിപ്പോൾ എക്സാമിൻ്റെ ഡേറ്റൊക്കെ മാർക്ക് ചെയ്യണമെങ്കിലൊക്കെ ഉണ്ടാക്കാൻ കണ്ടു. ഇതിൽ ഡിസംബർ വരെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഐറ്റം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. സോ ടാറ്റാ.